പ്രതിയും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങുകയാണ്. അതിൽ പ്രതി രക്ഷപ്പെട്ട ആ പാത അവിടേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിയെയും കൊണ്ട് പോകുന്നത്. പ്രതി ഓടി രക്ഷപ്പെട്ട വഴിയാണിത്. ഇത്ര ദൂരം പ്രതി ഓടി രക്ഷപ്പെട്ട ആ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ കൊണ്ടുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ ഈ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപിൻ സി വിജയൻ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ വിപിൻ സിയിൽ നിന്നും കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിപിനോട് കൂടെ ഒന്ന് ചോദിച്ചാലോ. വിപിൻ, ഇപ്പോൾ ഈ പാടത്തേക്കാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും കുറ്റബോധമൊന്നുമില്ല കൃത്യമായി, പക്ഷേ നടന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇനി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കേണ്ട കാര്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ വ്യക്തമാക്കുന്നത് ഏത് രീതിയിലാണ് ആ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് അയാൾ രക്ഷപ്പെട്ടത് എന്നല്ലേ? അതെ, ആ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വീടിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് ഒരു പാടവരമ്പിലൂടെയാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു വശം പൂർണ്ണമായും പാടമാണ്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കാം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കരുതുന്നത്. പ്രതിയുടെ ഒരു മൊഴി പ്രകാരം തന്നെ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പെട്ടെന്ന് പരിഭ്രമം വന്നു. അതുകൊണ്ടാണ് മുൻവശത്തിലൂടെ രക്ഷപ്പെടാതെ പുറകുവശത്തെ കമ്പിവേലി എടുത്തു ചാടിയത്. അത് ഫെൻസിംഗ് ഉള്ള കമ്പിവേലി ആയിരുന്നു. അപ്പോൾ അത് എടുത്തു ചാടുകയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നത്. അതിൽ മുറിവ് പറ്റി എന്നുള്ളതും പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ പാതയിലൂടെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു ദിവസത്തിന് ശേഷം, അതായത് ഈ കൊലപാതകം നടത്തി അന്ന് രാത്രി മാത്രമാണ് ചെന്താമര കാട് കയറിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ ഈ പ്രദേശത്തൊക്കെയാണ് അയാൾ ഒളിച്ചു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രദേശത്തൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായി പോലീസ് ചോദിച്ചറിയുകയാണ്. ഏകദേശം ഒരു 200ഓളം പോലീസുകാർ ചെന്താമരയ്ക്ക് ചുറ്റും തന്നെയുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പ്രദേശം മുഴുവൻ തന്നെ പോലീസ് വലയിൽ എന്ന് പറയാവുന്ന സ്ഥിതിയാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് നോക്കത്താ ദൂരത്തോളം പാടവും തെങ്ങും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഉള്ളിലായിരുന്നു അന്ന് വൈകുന്നേരം വരെ അയാൾ ഒളിച്ചിരുന്നത്. അതിനുശേഷം കാട് കയറി എന്നുള്ളതാണ് മൊഴി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കുക. ഒപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, അതിനുശേഷം ഒളിച്ചിരുന്നത്, അതിനുശേഷമുള്ള കാട്ടിലേക്കുള്ള കയറൽ തുടങ്ങിയ കാര്യങ്ങളിൽ വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന, അത് കൃത്യമത വരുത്തുക, അതൊക്കെ തന്നെ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ തെളിവാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ തെളിവെടുപ്പ് കൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെയാണ് ഒരു തെളിവെടുപ്പ് നീണ്ടു നിൽക്കുക. പക്ഷേ ഇത് കുറച്ചുകൂടി വിശദമായി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതിന്റെ ഒരു പുനരാവിഷ്കരണം തന്നെ. ഇപ്പോൾ ചെന്താമരയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ആദ്യം സംഭവ സ്ഥലത്ത് സുധാകരനും ലക്ഷ്മിയും കൊല ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലെത്തി അവിടെ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. യാതൊരു മടിയും കൂടാതെ എങ്ങനെയാണ് താൻ കൃത്യം ചെയ്തത് എന്ന് പ്രതി പോലീസിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ജോലി കുറെ കൂടെ ലളിതമായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായി പ്രതി പറയുന്നു. അതിനുശേഷം ഇപ്പോൾ അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നത് ഇപ്പോൾ പോലീസിനോട് വിവരിച്ചു കൊടുക്കുകയാണ്. ആ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും, ആ വീടിന് സമീപത്ത് നിന്നും പാടശേഖരത്തേക്ക് ഇറങ്ങി. ആ പാടശേഖരത്ത് നിന്നാണ് ഇയാൾ ഈ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടത്. ആ വനമേഖലയിലേക്ക് എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് പ്രതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘത്തോടൊപ്പം ഫോറൻസിക് സംഘവുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ, അത് ഏതൊക്കെ രീതിയിലാണ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമ്പോൾ കാണിക്കാനാകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഫോറൻസിക് സംഘവും കൂടെയുള്ളത്. വിപിൻ സി വിജയൻ അവിടെ നിന്ന് ചേരുകയാണ്. വിപിൻ, ഈ പാടശേഖരം എന്ന് പറയുമ്പോൾ അതൊരു നീണ്ട വഴിയാണ്. അതിനുശേഷമാണ് ഇയാൾ ഈ വനമേഖലയിലേക്ക് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ വനമേഖലയിലൂടെയൊക്കെ ഉള്ള ഒരു തെളിവെടുപ്പ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഒരു റിസ്ക് ഉള്ള ഒരു സംഭവമാണോ? അത് എത്രത്തോളം ദൂരമുണ്ട് ആ ഒരു മേഖലയിലേക്ക്? വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത്. ഈ നടക്കുന്ന സ്ഥലം അത് ഗ്രാമീണ മേഖലയാണ്. അതിനോട് ചേർന്ന് ഇനി വനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ശബ്ദത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിപിൻ, കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ പാടശേഖരത്ത് നിന്ന് ഇനി ആ വനമേഖലയിലേക്കുള്ള ഒരു ദൂരം എത്രയാണ്? എത്ര സമയത്തിനുള്ളിൽ ആ ഒരു തെളിവെടുപ്പ് പൂർത്തിയാകും? അതിനുശേഷം ഇനി ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കേണ്ടതുണ്ടല്ലോ.
ഉത്തിര ഇപ്പോൾ ഈ പാടവരമ്പത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു കാടായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വഴിയാണ് ഈ കൃത്യം നടത്തിയതിനു ശേഷം ചെന്താമര പോയത്. ആ കാര്യങ്ങളൊക്കെ തന്നെ അയാൾ പോലീസിനോട് ഇപ്പോൾ വിശദീകരിക്കുകയുമാണ്. ഇതിലൂടെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട അരികിലൂടെ ഒരു ചാലുണ്ട്. അപ്പോൾ ഈ സൈഡിലൂടെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരെയില്ലാതെ തന്നെയാണ് കൂടുതൽ ഒരു വനമേഖലയുള്ളത്. അപ്പൊ അവിടേക്ക് രാത്രി കയറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ വഴിയൊക്കെ പോയി നോക്കുന്നു. അതിൽ എന്താണ് ഇയാളുടെ ഏത് രീതിക്കായിരുന്നു അന്നത്തെ ഒളിച്ചിരിക്കൽ, അന്നത്തെ ഒരു ഒളിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുക, ആ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ കൃത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ തെളിവെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. പോലീസിന്റെ കനത്ത സുരക്ഷയിൽ ഇപ്പോഴും ആ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അയാൾ പോയ വഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അതിലൂടെ പോലീസ് വീണ്ടും ചെന്താമരയെ കൊണ്ടുപോവുകയും ഈ കൃത്യവും അതിനുശേഷമുള്ള രക്ഷപ്പെടലൊക്കെ വീണ്ടും പുനരാവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.